ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ വട്ടയപ്പം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഈസ്റ്ററിനും വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ വട്ടയപ്പം ഉണ്ടാക്കാറുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. വട്ടയപ്പം തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരിയോ ഇഷ്ടമുള്ള ഏത് വൈറ്റ് റൈസ് വേണമെങ്കിലും എടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 4 മുതൽ 5 മണിക്കൂർ വരെ കുതിരാനായിട്ട് വെക്കാം. ഏകദേശം 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈസ് നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളം തോരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ചേർക്കാനുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. 1/2 കപ്പ് തേങ്ങാ ചിരകിയതും, അതുപോലെ 2 ഏലക്ക, 1/2 കപ്പ് കുക്ക് ചെയ്തിട്ടുള്ള റൈസ് അല്ലെങ്കിൽ വെള്ള അവൽ കുതിർത്തെടുത്തത് വേണമെങ്കിലും ചേർക്കാം. ഇതിലേക്ക് ചെമ്പ റൈസ് ചേർക്കരുത്, അപ്പോൾ നമ്മളെ വട്ടയപ്പത്തിന് അത് കറക്റ്റ് വെള്ള നിറം കിട്ടില്ല. ഇതിലേക്ക് മധുരത്തിനായിട്ടുള്ള പഞ്ചസാര, അതുപോലെ ഈസ്റ്റ്, ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഡ്രൈഡ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്, അരച്ചെടുക്കാനായിട്ടുള്ള വെള്ളം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ വട്ടയപ്പം തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഒരു മിക്സറിൻ്റെ ജാറിലേക്ക് നമുക്ക് കഴുകി ഡ്രെയിൻ ചെയ്തിട്ടുള്ള പച്ചരി ചേർക്കാം. ഇതിനോടൊപ്പം 2 ഏലക്ക, 1/2 കപ്പ് തേങ്ങാ ചിരകിയതും, അതുപോലെ കുക്ക് ചെയ്തിട്ടുള്ള 1/2 കപ്പ് റൈസും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഡ്രൈഡ് ഈസ്റ്റാണ് ചേർക്കുന്നത്. ഇപ്പോൾ ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ വരെ പ്രൂഫ് ചെയ്തതിന് ശേഷം ചേർക്കാം. ഇനി നമുക്ക് വട്ടയപ്പത്തിലേക്ക് വേണ്ട മധുരം ചേർക്കാം. ഏകദേശം നമുക്ക് 1/2 കപ്പോളം പഞ്ചസാര ഇതിലേക്ക് വേണം. ആദ്യം ഞാനിവിടെ 4 ടേബിൾ സ്പൂണും അതുപോലെ 1 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കും. അതിനുശേഷമാണ് ബാക്കിയുള്ള പഞ്ചസാര ചേർക്കുന്നത്. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇതിനായിട്ടൊരു മെഷറിംഗ് കപ്പ് വേണമെന്നില്ല. ഏത് കപ്പിലാണോ പച്ചരി മെഷർ ചെയ്യുന്നത് ആ സെയിം കപ്പ് തന്നെ ആയിരിക്കണം ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും മെഷർ ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതെല്ലാം സ്മൂത്ത് ആകുന്നത് വരെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഒത്തിരി ലൂസും അല്ല, ഒത്തിരി തിക്കും അല്ലാത്തൊരു കൺസിസ്റ്റൻസി. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു ബൗളിലേക്ക് പകർത്താം. വട്ടയപ്പത്തിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 നുള്ളു ഉപ്പും ബാക്കിയുള്ള 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഫെർമെൻറ്റേഷൻ പ്രോസസ്സിനായിട്ട് മാറ്റിവെക്കാം. ഏകദേശം 5 മുതൽ 8 മണിക്കൂറിനുള്ളിൽ ഇത് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വരും. അതിനുശേഷമാണ് നമ്മൾ വട്ടയപ്പം തയ്യാറാക്കിയെടുക്കുന്നത്. ഏകദേശം 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബാറ്റർ നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. വൺസ് ഇത് പൊങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വട്ടയപ്പം ഉണ്ടാക്കണം. ബാറ്റർ നന്നായിട്ട് പൊങ്ങിയിട്ട് പിന്നെ താഴ്ന്നു കഴിഞ്ഞാൽ വട്ടയപ്പത്തിൻ്റെ ടെക്സ്ചർ അത്ര ശരിയായിട്ട് വരില്ല. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് മധുരം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം. ഇനി നമുക്ക് നെയ്യ് തടവിയിട്ടുള്ള ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് ഓരോ ലാഡിൽ ബാറ്ററായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പ്ലേറ്റിൻ്റെ പകുതി മുതൽ 1/4 ഭാഗത്തോളം മാത്രം ബാറ്റർ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒന്നുകിൽ ഇഡ്ഡലി ചെമ്പിലോ അല്ലെങ്കിൽ സ്റ്റീമറിലോ നമുക്ക് ഈ ഒരു വട്ടയപ്പം ആവിയിൽ വേവിച്ചെടുക്കാം. എല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റീമറിൽ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീമറിൻ്റെ തട്ട് വെച്ചതിന് ശേഷം വട്ടയപ്പത്തിന് വേണ്ടിയുള്ള ബാറ്റർ ഇതിലേക്ക് ഇറക്കി വെച്ച് മീഡിയം ലോ ഫ്ലെയിമിൽ നമുക്കൊരു 15 മുതൽ 20 മിനിറ്റ് വരെ ആവിയിൽ വേവിച്ചെടുക്കാം. ഏകദേശം 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വേണ്ട കാഷ്യൂസ് അല്ലെങ്കിൽ റൈസിൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യമേ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കാഷ്യൂസും റൈസിൻസും ഒക്കെ ഈ ഒരു പ്ലേറ്റിൻ്റെ അടിയിൽ പോയി അടിഞ്ഞു കൂടും. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ കുറച്ചൊന്ന് സെറ്റാവും. ഈ ഒരു സമയത്താണ് നമ്മളിത് ചേർക്കേണ്ടത്. ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് മുതൽ 20 മിനിറ്റിനുള്ളിൽ ആവിയിൽ വേവിച്ചെടുക്കാം. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വട്ടയപ്പം ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് കംപ്ലീറ്റ്ലി തണുത്തതിന് ശേഷം മാത്രം ഈ ഒരു പ്ലേറ്റിൽ നിന്നും ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് ഡിമോൾഡ് ചെയ്ത് മാറ്റാം. വളരെ മൃദുലമായിട്ടുള്ള തൂവെള്ള നിറത്തിലുള്ള വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബാറ്ററും
നമുക്കിതുപോലെ ആവിയിൽ വേവിച്ചെടുക്കാം. ഇവിടെ ഞാൻ രണ്ടാമത്തെ ബാറ്റർ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ചിക്കൻ കറിയുടെ കൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും നോൺ വെജ് കറിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണിത്. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ്ലി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. തണുത്തതിന് ശേഷം മാത്രം മുറിച്ചെടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ച് ഇതിൻ്റെ ഉൾവശം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കൊരു പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.